ക്ലാസിക് കേരള PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സുമ ബ്രോക്ക് ദി ഗ്ലാസ്. സുമ ബ്രോക്ക് ദി ഗ്ലാസ് എന്താണ്? ഒരു പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ ചോദ്യത്തിൽ എത്ര നെഗറ്റീവ് ടാഗ് ഉണ്ട് ഓപ്ഷനിൽ? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും. ഇവിടെ ക്വസ്റ്റ്യനിലെ വെർബ് എന്താണ്? ബ്രോക്കാണ്. ബ്രോക്കിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡിഡ് പ്ലസ് ബ്രേക്കാണ് ബ്രോക്ക്. എന്താണ്? ഡിഡ് പ്ലസ് ബ്രേക്കാണ് ബ്രോക്ക്. അപ്പം ആ ഡിഡ് ഉപയോഗിച്ച് വേണം നമ്മൾ ടാഗ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഡിഡിൻ ഷീ ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഡ്രഗ്സ് ആൻഡ് ലിക്വർ ഡാഷ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ഡ്രഗ്സ് ആൻഡ് ലിക്വർ എന്താണ്? ആർ ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആർ. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ലേസിനെസ്സിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? LAZINESS ആണ് ലേസിനെസ്സിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡാഷ്. ഇവിടെ ഓപ്ഷൻ സി ഡെസ്പെയർ ആണ് നമ്മുടെ ഉത്തരം. ഡെസ്പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാശ എന്നാണ് അർത്ഥം. ഇവിടെ ലില്ലി അവളുടെ സ്ട്രഗിൾ നിരാശയോടെ നിർത്തിവെച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി ഡെസ്പെയർ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ഡ്യുവലാണ്. 2 റോള് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ 2ൻ്റെ അർത്ഥം വരുന്നത് ഓപ്ഷൻ എ ഡ്യുവൽ, DUAL. അതാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ആൻറ്റണിം ഓഫ് ഡസ്ക്. ഡസ്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡോൺ എന്നാണ്. ഡസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ധ്യ അല്ലെങ്കിൽ ഈവനിങ് എന്നാണ്. അപ്പോൾ ഡോൺ എന്താണ്? പ്രഭാതം, രാവിലെ. അതാണ് ഡസ്ക് ടിൽ ഡോൺ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യം, ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ഡ്രേക്ക്. ഡക്കിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറാണ് ഡ്രേക്ക്. അപ്പോൾ ഡക്കിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറാണ് ഡ്രേക്ക്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ഡക്ക്. അടുത്ത ചോദ്യം, റൊണാൾഡ് ഈസ് കമ്മിങ് ഡാഷ് ആൻ എയ്റോപ്ലെയിൻ. അപ്പോൾ റൊണാൾഡ് ഈസ് കമ്മിങ് ബൈ ആൻ എയ്റോപ്ലെയിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ബൈ. അടുത്ത ചോദ്യം, കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. രമേഷ് സോ എ ഈഗിൾ ഇൻ ദ സൂ. ഇവിടെ ഈഗിളിൻ്റെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആൻ ഈഗിൾ എന്നാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആൻ. അടുത്ത ചോദ്യം, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. കമല ലവ്സ് മിനി. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി മിനി ഈസ് ലവ്ഡ് ബൈ കമല. അതായത് മിനി കമലയാൽ സ്നേഹിക്കപ്പെടുന്നു എന്നാണ് വരുന്നത്. അടുത്ത ചോദ്യം, ദ ഡാഷ് പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻറ്ററസ്റ്റിംഗ്. ഇവിടെ രണ്ടാമത്തെ ഭാഗം, നോവലിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ രണ്ടാമത്തെ ഭാഗത്തെ ലാറ്റർ എന്നാണ് പറയുന്നത്. ആ ലാറ്ററിൻ്റെ സ്പെല്ലിംഗ് ആണ് LATTER. LATTER. എത്ര ടി ഉണ്ട് അതിൽ? 2 ടി. അപ്പോൾ രണ്ടാം ഭാഗത്തെ പറ്റി പറയുന്നതാണ് ലാറ്റർ. അതിൽ 2 ടി ആണുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ലാറ്റർ. അടുത്ത ചോദ്യം, ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് CEO. നമ്മൾ ഒത്തിരി പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളതാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് CEO. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, നോബഡി എൻജോയ്ഡ് ദ മൂവി. ശരിയായിട്ടുള്ള ടാഗ് ഉപയോഗിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ചോദ്യത്തിൽ എന്തുണ്ട്? നോബഡി എന്നുണ്ട്. നോബഡി എന്ന് വന്നു കഴിഞ്ഞാൽ ചോദ്യം എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? ഒരു
പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എത്ര പോസിറ്റീവ് ടാഗ് ഉണ്ട്? ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും. ഇവിടെ ചോദ്യത്തിലെ വെർബ് എന്താണ്? എൻജോയ്ഡ്. എൻജോയ്ഡിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡിഡ് പ്ലസ് എൻജോയ് ആണ് എൻജോയ്ഡ്. ഡിഡ് പ്ലസ് എൻജോയ് ആണ് എൻജോയ്ഡ്. അപ്പോൾ ഡിഡ് വെച്ചാണ് നമ്മൾ ടാഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഡിഡ് ദേ ആണ് ഉത്തരം. ഓപ്ഷൻ ബി ഡിഡ് ദേ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോപാത്സ്. അതായത് സൈക്കോപാത്തുകളെ അകറ്റി നിർത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചേരുന്നത് അറ്റ് ആൻ ആംസ് ലെങ്ത് ആണ്. അതായത് നമ്മൾ അസംബ്ലിയിലൊക്കെ 1 ആം ഡിസ്റ്റൻസിലല്ലേ നമ്മൾ നിൽക്കുന്നത്, അതായത് കുറച്ച് അകലം വിട്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? അറ്റ് ആൻ ആംസ് ലെങ്ത്, ഒരു കൈ വിട്ട് അകലെ വേണം നമ്മൾ സൈക്കോപാത്തിൻ്റെ അടുത്ത് നിന്ന് നിൽക്കാനെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി അറ്റ് ആൻ ആംസ് ലെങ്ത്. അടുത്ത ചോദ്യം, ദ വീക്ക് ക്രെപ്റ്റ് അലോങ് ഡാഷ് സ്ലോലി ഡാഷ് എ സ്നെയിൽ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതൊരു സിമിലിയാണ്. നമ്മൾ സിമിലി എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ഉപമിച്ച് പറയുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഇപ്പം ആസ് ബ്യൂട്ടിഫുൾ ആസ് എ ഫ്ലവർ, അതുപോലെ ആസ് ഫാസ്റ്റ് ആസ് എ ചീറ്റ, അതൊക്കെ എന്താണ്? സിമിലിക്ക് ഉദാഹരണങ്ങളാണ്. ഒന്നിനോട് ഉപമിച്ച് പറയുന്നതാണ് സിമിലി. അപ്പോൾ ഇവിടെ എന്താണ്? സ്നെയിലിനോട് ഉപമിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ആസ് സ്ലോലി ആസ് എ സ്നെയിൽ, അങ്ങനെ വേണം എഴുതാൻ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആസ്. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ റോങ് സെൻറ്റൻസ്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് ഹാസ് ഗോട്ട് ഇൻ ടു ദ ബസ്. ഇത് ശരിയായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. പ്ലെൻറ്റി ഓഫ് മിൽക്ക് ഈസ് അവൈലബിൾ ഹിയർ, അതും ശരിയാണ്. ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ്സ് ഫോർ നോ മാൻ, അതും എന്താണ്? ശരിയാണ്. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ആർ അറ്റൻഡിങ് ദി ഫങ്ഷൻ. ഇവിടെ നോക്കിക്കേ, മാനേജർ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോടൊപ്പമാണ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മാനേജറും സ്റ്റാഫിനെയും ഒറ്റക്കെട്ടായിട്ടാണ് പറയേണ്ടത്. അപ്പം ഒറ്റ സിംഗുലർ ഫോം വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ എന്താണ് ഇവിടെ വരേണ്ടത്? ആറിന് പകരം ഇസ്സാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ഇസ് അറ്റൻഡിങ് ദ ഫങ്ഷൻ എന്നാണ് വരേണ്ടിയിരുന്നത്. അപ്പം നമ്മുടെ തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ തെറ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്. തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓൺട്രപ്രണറിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ENTREPRENEUR. അപ്പോൾ ഓൺട്രപ്രണറിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ENTREPRENEUR. നമ്മൾ ഈ ഓപ്ഷൻസ് എന്താണ് കൃത്യമായിട്ട് പഠിക്കണം. ചിലപ്പോൾ നാളെ അതെന്താണ് ചോദ്യമായിട്ട് വന്നേക്കാം. അടുത്ത ഹൈജീൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ശരി തന്നെയാണിത്, HYGIENE. എന്താണ്? HYGIENE. അത് കഴിഞ്ഞിട്ട് അസസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ASSESS. അപ്പുറം ഇപ്പുറം 2 S വീതം ഉണ്ട് കേട്ടോ. അപ്പോൾ അസസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ASSESS. അടുത്ത് നോക്കിക്കേ, ഡെലിഗേറ്റ്. ഡെലിഗേറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? തെറ്റാണ്. ഡെലിഗേറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? DELEGATE. ഡെലിഗേറ്റ്. ഡെലി എങ്ങനെയാണ് എഴുതുന്നത്? DELE എന്നും പിന്നെ ഗേറ്റ് GATE. അതാ. അപ്പം നമ്മുടെ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് എന്താണ്? ഓപ്ഷൻ ഡി ഡെലിഗേറ്റ്. ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിഗേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി എന്നാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ് ഹി ഈസ് കോൾഡ് എ ഡാഷ് പേഴ്സൺ. തോൽപ്പിക്കാൻ പറ്റാത്തതിനെ നമ്മൾ ഇൻവിൻസിബിൾ എന്നാണ് പറയുന്നത്. ഐ ആം ഇൻവിൻസിബിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തോൽപ്പിക്കാൻ കഴിയാത്തത്. അപ്പോൾ ഓപ്ഷനിൽ ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും മരിക്കാത്തത്, അല്ലെങ്കിൽ എന്താണ്? അനശ്വരമായത്. അപ്പോൾ ഇനിമിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിമിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകരണീയമായത്. അപ്പോൾ ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റില്ലാത്തത്. ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
തെറ്റില്ലാത്തതെന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം, വിച്ച് വേർഡ് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ലേസി? ലേസി എന്ന അർത്ഥം വരാത്ത വാക്ക് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻഡോലൻ്റ്, പിന്നെ സ്ലോത്ത്ഫുള്ള്, ഐഡിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ലേസി അല്ലെങ്കിൽ നിഷ്ക്രിയമായത് എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, ഇൻസെസൻ്റ് ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ്. വേർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലേസ്? ഇതിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഡിഡ് എന്താവും? വാസ് ആവും. അപ്പോൾ വെയർ വാസ് ദ നെക്ലേസ് ഹിഡൻ ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, വെയർ വാസ് ദി നെക്ലേസ് ഹിഡൻ.